Hello students, in this session we are discussing the sixth chapter of our chemistry, thermodynamics. ഈ പറഞ്ഞ പേരിലുള്ള അതേ ചാപ്റ്റർ നമ്മൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട്, ഇതേ പേരിൽ തന്നെ. പക്ഷേ ഫിസിക്സിലും കെമിസ്ട്രിയിലും തന്നെ പാഠം നെയിം സെയിം ആണെങ്കിലും അതിലുള്ള കണ്ടൻറ്റുകൾ നല്ല വ്യത്യാസമുണ്ട്. ഫിസിക്സിൽ നമ്മൾ എൻജിൻപരമായ കുറച്ച് കാര്യങ്ങൾ, കാർനോട്ട് എൻജിൻ, ഹീറ്റ് എൻജിനൊക്കെ പഠിച്ചു. അതിൽ ഫിസിക്സ് പരമായ കാര്യങ്ങളായിരുന്നു. ഇവിടെ കെമിസ്ട്രി ആയതുകൊണ്ട് ഇവിടെ കെമിക്കൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും റിയാക്ഷൻസ്, കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ശരിക്കും ഒരു തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ പാഠം വളരെ ടഫായിട്ടുള്ള പാഠമാണെന്നൊക്കെ കെമിസ്ട്രിയിലും ഫിസിക്സിലും പറയാറുണ്ട്. കെമിസ്ട്രിയിൽ തന്നെ ഫിസിക്സിനേക്കാളും ടഫാന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ മുതൽ നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാഠം സിമ്പിളായിരിക്കും. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ പാഠത്തിൽ നമുക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ് വന്നിട്ടുള്ളത്. ഈ ടോപ്പിക്കുകളാണ് നമുക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. എക്സാമിന് ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്നാണ് വരിക എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ടോപ്പിക്ക് മുഴുവൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള സബ്ജക്റ്റിനെ പോലെയല്ല, ബാക്കിയുള്ള പാഠങ്ങളെ പോലെയല്ല ഈ ഒരു ചാപ്റ്റർ. ഇതിൽ വൈഡായിട്ടുള്ള കുറേ ഏരിയകളുണ്ട്. ഫോക്കസ് ഏരിയയിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം 1-2 ടോപ്പിക്കുകളല്ല, കുറേ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു അതിൻ്റേതായ ഇമ്പോർട്ടൻസിൽ തന്നെ ഈ ഒരു പാഠത്തിൻ്റെ എല്ലാ ടോപ്പിക്കും പഠിക്കണം. ഞാൻ ഈ ഒരു സെക്ഷനിൽ ഒരൊറ്റ പാർട്ടായിട്ടാണ് ഈ ഒരു സെക്ഷൻ പറയുക. നെക്സ്റ്റ് പാർട്ട് വേറൊരു സെക്ഷൻ. അഥവാ ഈ ഒരു പാർട്ടിൽ ഞാൻ ഈ ഒരു പാഠത്തിൻ്റെ ഈ ഫോക്കസ് ഏരിയ ഈ സെക്ഷനും, രണ്ടാമത്തെ പാർട്ടിൽ ഫോക്കസ് ഏരിയൻ്റെ ഈ ഒരു സെക്ഷനുമാണ് എന്താണ് പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ സെക്ഷൻ നിങ്ങൾ എല്ലാ ഏരിയകളും കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കണം. എന്നാൽ മാത്രമേ രണ്ടാമത്തെ സെക്ഷനിലുള്ള ഏരിയ മനസ്സിലാക്കാനോ അതിൻ്റെ പ്രോബ്ലമാറ്റിക്കുള്ള ഏരിയകളോ കൃത്യമായിട്ട് പഠിക്കാനോ ചെയ്യാനോ പറ്റുള്ളൂ. ഈ ഒരു ഒന്നാമത്തെ ഏരിയയിൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഈ രണ്ടാം സെക്ഷനിക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാതും പറയുന്നുണ്ട്. ഈ ഫോക്കസ് ഏരിയയിൽ 2 സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പാഠങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കുക. നമ്മൾക്ക് ടോപ്പിക്കുകളുള്ള ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഫസ്റ്റ് ടോപ്പിക്കാണുള്ളത്. ഇതുപോലെ ബേസ് മുതൽ തന്നെ ഇതിൽ ഫോക്കസ് ഏരിയ കൊടുത്തത് കൊണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ട് വരിക. എക്സ്ട്രാ വേണ്ട കാര്യങ്ങൾ, ഫോക്കസ് ഏരിയ അതർ ദാൻ ഫോക്കസ് ഏരിയ ആവശ്യമായ കാര്യങ്ങൾ ഞാൻ ഒന്നിച്ച് എന്ത് ചെയ്യുന്നത് ഇതിനൊപ്പം തന്നെ പറയുന്നുണ്ട്. അഥവാ നമുക്കൊരു ടോപ്പിക്ക്, ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പത്തെ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ ടോപ്പിക്കും പറയുക. ഒരു ടോപ്പിക്കിൽ വേണ്ട കാര്യങ്ങൾ എല്ലാതും ഞാൻ പറയും. ഫോക്കസ് ഏരിയയിലുള്ളത് മാത്രമേ പറയുള്ളൂ, അത് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഒരു ഏരിയ പോലും സ്കിപ്പ് ചെയ്ത് വിടാൻ പാടില്ല. അപ്പോൾ കൃത്യമായിട്ട് കേൾക്കുക. ഒന്നാമത്തെ ടോപ്പിക്കായത് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോവാം. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് സിസ്റ്റം എന്താണ്, ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്കലി ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, പഠിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ എടുക്കണ എന്തിനെയാണോ അതിന് നമ്മൾ സിസ്റ്റം എന്ന് പറയാം. സിസ്റ്റം ഈസ് ദി പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ടാണ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു യൂണിവേഴ്സ്, ഇങ്ങനെ ഒരു യൂണിവേഴ്സ് കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രപഞ്ചം, ഈ ഒരു ലോകം, ഈ ഒരു പ്രപഞ്ചം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൂണിവേഴ്സിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ പാർട്ടാണ് എന്ത് സിസ്റ്റം എന്ന് പറയുന്നത്. അണ്ടർ ദി ഒബ്സർവേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. അഥവാ നമ്മളെ യൂണിവേഴ്സിൽ നമ്മൾ എന്തിനെയാണോ ഒബ്സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെയാണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് സിസ്റ്റം എന്ന് പറയാം. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എന്തിനെയാണോ അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുക. ഒരു യൂണിവേഴ്സിൽ നമ്മൾ എന്തിനു വിചാരിച്ചിട്ടാണ് എന്ത് കാര്യത്തിനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പഠിക്കാൻ എടുക്കണതാണ് സിസ്റ്റം എന്ന് പറയാം. നമ്മളിപ്പോൾ നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. സ്കൂളിൽ എത്ര സ്റ്റാഫ് ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ എത്ര ഉണ്ട്, ബോയ്സ് എത്ര ഉണ്ട്, ഗേൾസ് എന്ത്, ഇങ്ങനെ അവരെ കുറിച്ച് പഠനം നടത്താം സ്കൂളിലുള്ള. അപ്പോൾ ആ സ്കൂളാണ് നമ്മളെ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളൊരു ക്ലാസ് റൂമിൽ എല്ലാ ബോയ്സിൻ്റെ എണ്ണം, ഗേൾസിൻ്റെ എണ്ണം, അതിലേറ്റവും ഹൈറ്റ് കൂടിയ ആൾക്കാർ, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ, അങ്ങനെ ഒരു പഠനം നടത്താമെന്ന് വിചാരിക്കുക. ക്ലാസ് റൂമിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ, തീരെ പഠിക്കാത്ത കുട്ടികൾ, നന്നായിട്ട് ഗെയിമിലൊക്കെ പെർഫോംസ് ചെയ്യണ അങ്ങനത്തെ കുട്ടികളെ കുറിച്ചൊരു പഠനം ക്ലാസ്സിൽ നടത്തുകയാണെങ്കിൽ ക്ലാസ് റൂമാണ് ഒരു സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റം ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ഉദ്ദേശിക്കണേ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണേ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി. ഇവിടെ ഒരു യൂണിവേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതിനെയാണോ ഈ ഒരു യൂണിവേഴ്സിൽ ഇത്രയും പോർഷൻ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഏരിയ, അഥവാ നമ്മൾ ഈ ഒരു ഏരിയയിലുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് സിസ്റ്റം. അപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ദി പാർട്ട് ഓഫ് യൂണിവേഴ്സ് എക്സെപ്റ്റ് ദി സിസ്റ്റം ഈസ് കോൾഡ് ദി സറൗണ്ടിങ്സ്. അഥവാ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് യൂണിവേഴ്സിൽ ബാക്കി എക്സെപ്റ്റ് ആയിട്ട് എന്തൊക്കെയുണ്ടോ അതാണ് അതിൻ്റെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കാൻ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ എന്താണ് അതിൻ്റെ സറൗണ്ടിങ്സ്, ഒപ്പമുള്ള ആൾക്കാർ.
ഇതിൻ്റെ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ അപ്പുറത്തുള്ള ഈ ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള ഈ സ്പേസിനെയാണ്, ആ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. പുറത്തുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സറൗണ്ടിങ്സ്. നമ്മളൊരു ക്ലാസ് റൂമിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഒരു ക്ലാസ് റൂം കഴിഞ്ഞിട്ടുള്ള ബാക്കി സ്കൂളിലുള്ള ആൾക്ക് അതിൻ്റെ സറൗണ്ടിങ്സ് ആണ്, ഒപ്പമുള്ളതാണ്. അപ്പോൾ ഒരു സിസ്റ്റം എന്താണ്, സറൗണ്ടിങ്സ് എന്താണെന്ന് പഠിച്ചു. തെർമോഡൈനാമിക്കിൽ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒന്നിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ സറൗണ്ടിങ്സ് ആണ്. അപ്പോൾ ഒരു സിസ്റ്റം എന്താണ്, സറൗണ്ടിങ്സ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. നമുക്കതിൻ്റെ ഡീറ്റെയിൽ അഥവാ നെക്സ്റ്റ് ടോപ്പിക്കിൽ പോകാൻ. ഫോക്കസ് ചെയ്ത് രണ്ടാമത്തെ ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ദി സിസ്റ്റം. ആവശ്യമുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, കൃത്യമായിട്ട് കേൾക്കാൻ നോട്ട് ചെയ്തെടുക്കുക. ടൈപ്സ് ഓഫ് സിസ്റ്റം അഥവാ സിസ്റ്റം എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം ആണ് പറയുന്നത്. എത്ര തരത്തിൽ സിസ്റ്റം ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ സിസ്റ്റം പറഞ്ഞു, ആ സിസ്റ്റം എന്താണെന്നുള്ളത് പറഞ്ഞു. ഈ ടൈപ്സ് ഓഫ് എത്ര ടൈപ്പിൽ സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദി എബിലിറ്റി ടു എക്സ്ചേഞ്ച് എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്സ് ആൻഡ് സിസ്റ്റം ആർ കോൾഡ് ക്ലാസിഫൈഡ് ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബേസിക് ഒരു ക്ലാസിഫിക്കേഷൻ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എബിലിറ്റി ഒരു എനർജീനെ എക്സ്ചേഞ്ച് ചെയ്യാണ്. നമ്മളിപ്പോൾ ഒരു സിസ്റ്റം പറഞ്ഞല്ലോ, ഒരു സിസ്റ്റത്തെ ഞാൻ മാർക്ക് ചെയ്ത് ഇത് സിസ്റ്റം എന്ന് വിചാരിക്കുക, ഇതിന് സറൗണ്ടിങ്സിൻ്റെ ചുറ്റുഭാഗത്തുനിന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യും, എനർജി അങ്ങോട്ട് പുറത്തേക്ക്, അല്ലെങ്കിൽ മാറ്ററും എനർജി ഇതിനുള്ള സബ്സ്റ്റൻസിനെ മാറ്റർ എന്ന് പറയുക. അപ്പോൾ ഇതിലുള്ള എനർജി അഥവാ ഊർജ്ജത്തെ എനർജി എന്ന് പറയുക. ഈ എനർജീനെ സറൗണ്ടിലേക്ക് വിടുന്നതിനനുസരിച്ചിട്ടും അഥവാ എബിലിറ്റി അഥവാ ഒരു എനർജീനെ പുറത്തേക്ക് വിടാനും ഉള്ളിലേക്ക് എടുക്കാനുള്ള എബിലിറ്റിയും, അല്ലെങ്കിൽ മാറ്ററിന് ഉള്ളിലേക്ക് വിടാനും പുറത്തേക്ക് എടുക്കാനുള്ള എബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ടൈപ്സ് ഓഫ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ പറഞ്ഞാൽ എന്താണ്, സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എബിലിറ്റി ടു എക്സ്ചേഞ്ച് എനർജി ആൻഡ് മാറ്റർ. എനർജീനെ എക്സ്ചേഞ്ച് ചെയ്യാൻ അഥവാ ഒരു എനർജീനെയും മാറ്ററിനെയും ഒരു സിസ്റ്റത്തിന് സറൗണ്ടിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സിസ്റ്റം ഇവിടെ ഇരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഈ സിസ്റ്റത്തിൻ്റെ ചുറ്റുഭാഗത്തും എന്തുണ്ട്, സറൗണ്ടിങ്സ് എന്തുണ്ട് പറഞ്ഞു. ഈ സിസ്റ്റത്തിൽ ഇവിടെ മാറ്റർ ഉണ്ട്, ചുറ്റുഭാഗത്തും സറൗണ്ടിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് എത്രത്തോളം എനർജീനെ ഈ സറൗണ്ടിങ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, എബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓരോ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഒന്നാമത്തേത് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം, 2 ക്ലോസ്ഡ് സിസ്റ്റം, 3 ഐസൊലേറ്റഡ് സിസ്റ്റം. അഥവാ എബിലിറ്റി ടു എക്സ്ചേഞ്ച് അഥവാ ഒരു എനർജീനെ ട്രാൻസ്ഫർ ചെയ്യാൻ, സറൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റത്തെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 ഓപ്പൺ സിസ്റ്റം, 2 ക്ലോസ്ഡ് സിസ്റ്റം, 3 ഐസൊലേറ്റഡ് സിസ്റ്റം. ഈ ഒരു ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് കൃത്യമായി ചോദിക്കാം. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പൺ സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് സിസ്റ്റം ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ഐസൊലേറ്റഡ് സിസ്റ്റം ചോദിക്കാം, അല്ലെങ്കിൽ എക്സാമ്പിൾ ഓഫ് ക്ലോസ്ഡ് സിസ്റ്റം, ആ രീതിയിലൊക്കെ ചോദിക്കാം. അതുകൊണ്ട് സിസ്റ്റം അതിൻ്റെ എക്സാമ്പിൾ ഡെഫിനേഷൻ കൃത്യമായി ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ്. അഥവാ ഒരു സിസ്റ്റം നമ്മളെ കയ്യിലുണ്ട്, അത് ഓപ്പൺ ആണ് ആ സിസ്റ്റം ഓപ്പൺ ആണ്, ആ സിസ്റ്റം ഓപ്പൺ സിസ്റ്റം ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദ സിസ്റ്റം ക്യാൻ, അതിന് പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, ആ സിസ്റ്റത്തിന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ഇതിലുള്ള മാറ്ററിനെയും അതിനുള്ള എനർജി. ഇപ്പോൾ ഇതിന് ചൂടാക്കി ഇതിന് ഹീറ്റ് എനർജി ഉണ്ടാവും ഇല്ലേ, അപ്പോൾ അങ്ങനത്തെ പോലത്തെ എനർജിയെയും ഇതിലുള്ള മാറ്ററിനെയും സറൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ എനർജീനെയും മാറ്ററിനെയും രണ്ടാളെയും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സിസ്റ്റത്തിന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, സറൗണ്ടിങ്സിനോട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വെച്ചൊരു സിസ്റ്റം, അതിലെ മാറ്ററിനെയും എനർജീനെയും എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ഓപ്പൺ സിസ്റ്റം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹോട്ട് വാട്ടർ ടേക്കൻ ഇൻ എ ഓപ്പൺ വെസൽ. അഥവാ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ചൂടുള്ളൊരു വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെസലിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലെന്തുണ്ടാവും, ഹോട്ട് ചൂടാറിപ്പോവും, ഈ വെള്ളം നീരാവിയായിട്ടും പോവും. അപ്പോൾ ഇതിൽ മാറ്ററും പോകുന്നുണ്ട്, എനർജിയും പോകുന്നുണ്ട്. മാറ്ററും എനർജിയും പോകുന്ന സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് ഓപ്പൺ സിസ്റ്റം. എക്സാമ്പിൾ പറഞ്ഞു, ഹോട്ട് വാട്ടർ ടേക്കൻ ഇൻ ഓപ്പൺ വെസൽ. അതായത് ചൂടുള്ള വെള്ളം നമ്മളൊരു ഓപ്പൺ വെസലിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അതിലത്തെ വെള്ളം നീരാവിയായിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യും, ചൂട് കുറയുകയും ചെയ്യും. അപ്പോൾ അവിടുത്തെ എനർജിയും പോകുന്നുണ്ട്, മാറ്ററും പോകുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഓപ്പൺ സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ഓൺലി എനർജി, ഡു നോട്ട് മാറ്റർ. അഥവാ നിങ്ങൾ അവിടുത്തെ വ്യത്യാസം മനസ്സിലാക്കണം, ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓൺലി എനർജി, ഇവിടെയുള്ള എനർജി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. മാറ്ററും എനർജിയും പോകുന്ന സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് ഓപ്പൺ സിസ്റ്റം.
പോവുള്ളൂ. ഇവിടെ ചൂടാണെങ്കിൽ ചൂട് മാത്രമേ പോവുള്ളൂ. മാറ്റർ എന്ത് ചെയ്യില്ല, പോവില്ല. ഇതിൽ വെള്ളം ഉണ്ടെന്ന് ചോദിച്ചാൽ വെള്ളത്തിനൊന്നും പറ്റൂല. എൻ്റെ അവിടുത്തെ എനർജി മാത്രമേ കുറവുള്ളൂ. എക്സാമ്പിൾ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. എക്സാമ്പിൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എ ക്ലോസ്ഡ് വെസൽ. ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എ ക്ലോസ്ഡ് വെസൽ. അഥവാ നമ്മൾ നേരത്തെ ചൂടുവെള്ളം ഓപ്പൺ വെസലിലാണ് എടുത്തത് അല്ലേ? അങ്ങനെയല്ല എടുത്തത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഹോട്ട് വാട്ടർ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വെസലിലാണ് എടുക്കുന്നത്. അഥവാ ഒരു വെള്ളത്തിൽ ഒരു വെസലിൽ നമ്മൾ ചൂടുള്ള വെള്ളം എടുത്തു, അതിൻ്റെ മേലെ ഒരു മൂടി ക്ലോസ് ചെയ്തു. ഇവിടെ ഇതിൻ്റെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ചൂടാറും അല്ലേ? ഈ വെള്ളത്തിന് ചൂട് എന്ത് ചെയ്യും? പുറത്ത് പോകും, ചൂടാറും. അതിൻ്റെ അറ്റ്മോസ്ഫിയർക്ക് അല്ലെങ്കിൽ സറൗണ്ടിങ്സ്ക്ക് അതിൻ്റെ ചൂട് പോവും, ചൂടാറും. പക്ഷേ എന്ത് പോവില്ല, ഇവിടെ നീരാവി ആയാലും പോണ വെള്ളം എന്ത് ചെയ്യും? ഈ ഒരു മൂടിയിൽ തന്നെ പറ്റി പിടിച്ചിട്ടിരിക്കും. അഥവാ മാറ്റർ പുറത്ത് പോവില്ല. നമ്മളിപ്പോൾ ഒരു ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളത്തിൻ്റെ മേലെ ഒരു മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നീരാവി വന്നിട്ട് ആ ഒരു മൂടിയിൽ, അല്ലെങ്കിൽ ആ പാത്രം മൂടി വെച്ച് ആ മൂടിയിൽ വെള്ളം വന്ന് തട്ടിയിട്ടുണ്ടാവും അല്ലേ? അത് മൂടിയിട്ടില്ലെങ്കിൽ ആ മാറ്റർ എന്തെങ്കിലും പുറത്ത് പോകും. പക്ഷെ ഇത് മൂടിയുകൊണ്ട് എന്ത് ചെയ്യില്ല, അതിൻ്റെ മാറ്റർ പോകില്ല, അതിൻ്റെ വെള്ളം പോകില്ല, എനർജി മാത്രമേ പോവുള്ളൂ. സോ ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ സറൗണ്ടിൽക്ക് എനർജി മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്ററിന് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പം മാറ്റർ മാത്രം എക്സ്ചേഞ്ച് നടക്കാത്ത, എനർജി മാത്രം എക്സ്ചേഞ്ച് നടക്കണേ ഒരു സിസ്റ്റത്തിൽ പറഞ്ഞ പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യും, സറൗണ്ടിങ്സിനോട് എക്സ്ചേഞ്ച് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനർജി മാത്രം സറൗണ്ടിങ്സിനോട് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ക്ലോസ്ഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്തായിരിക്കും? അപ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് കനോട്ട് എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ. അഥവാ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്ന ആ സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ മാറ്ററിനെയും എന്ത് ചെയ്യില്ല, ട്രാൻസ്ഫർ ചെയ്യില്ല, എനർജീനും ട്രാൻസ്ഫർ ചെയ്യില്ല. നമ്മളൊരു ചൂടുവെള്ളം എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും അതിന് ചൂടും പുറത്ത് പോകില്ല, അതിന് വെള്ളം അഥവാ മാറ്ററും പുറത്ത് പോകില്ല. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഹോട്ട് വാട്ടർ ടേക്കറിൻ്റെ തെർമോ ഫ്ലാസ്കിൽ നമ്മൾ ചൂടുവെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ ചൂടാറുമോ? നമ്മളൊരു നിശ്ചിത ടൈമിലാണ് പറയണത്. കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ചൂടാറും, അതിൻ്റെ കഥയല്ല പറയണത്. ഒരു ടൈം ഓഫ് പീരീഡിലുള്ള കാൽക്കുലേഷനാണ് നമ്മൾ പറയണത്. ഫ്ലാസ്കിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ചൂട് പുറത്ത് പോവില്ല, എന്ത് ചെയ്യും, ആ ഒരു മാറ്ററും മാറില്ല. അതൊരു സിസ്റ്റമാണ്, ഐസൊലേറ്റഡ് സിസ്റ്റം. ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ അവിടെ എനർജിയും എക്സ്ചേഞ്ച് ആവില്ല, മാറ്ററും എക്സ്ചേഞ്ച് ആവില്ല. ഈ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാതെ കൃത്യമായിട്ട് എക്സാമ്പിൾ ബേസിനെ പഠിക്കുക. ഓപ്പൺ സിസ്റ്റത്തിൽ അതിൻ്റെ എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ആവും. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അതിൻ്റെ എനർജി മാത്രം എക്സ്ചേഞ്ച് ആവുള്ളൂ, മാറ്റർ എക്സ്ചേഞ്ച് ആവില്ല. ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ മാറ്ററും എക്സ്ചേഞ്ച് ആവില്ല, എനർജിയും എക്സ്ചേഞ്ച് ആവില്ല. എക്സാമ്പിൾ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ നമ്മളെ കയ്യിലുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഓൺ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റത്തെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാണ് മൈക്രോസ്കോപ്പിക് സിസ്റ്റം, രണ്ടാമത്തേത് മാക്രോസ്കോപ്പിക് സിസ്റ്റം. ഇവിടെ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തിയത്? അഥവാ ഈ ഒരു മാറ്ററിൻ്റെയും എനർജീൻ്റെയും എക്സ്ചേഞ്ചിൻ്റെ ബേസിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. പക്ഷേ ഇവിടെയുള്ള ക്ലാസിഫിക്കേഷൻ എന്താണ്? ഡിപ്പെൻഡിങ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഒരു സിസ്റ്റം നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൽ മാറ്റർ ഉണ്ട്, ഇതിൽ എത്രത്തോളം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് മൈക്രോസ്കോപ്പിക് സിസ്റ്റം. എന്നാൽ മൈക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം കണ്ടെയ്നിങ് ഫ്യൂ നമ്പേഴ്സ് ഓഫ് പാർട്ടിക്കിൾസ്. അഥവാ കുറഞ്ഞ അളവിൽ പാർട്ടിക്കിൾസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മൈക്രോസ്കോപ്പിക് സിസ്റ്റമാണ്. ഫ്യൂ നമ്പേഴ്സ് ഓഫ് പാർട്ടിക്കിൾ, വളരെ കുറഞ്ഞ അളവിലേ എന്തുള്ളൂ, നമ്പേഴ്സ് പാർട്ടിക്കിൾസ് ഉള്ളൂ, വളരെ കുറഞ്ഞ അളവിൽ പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് മൈക്രോസ്കോപ്പിക് സിസ്റ്റം. മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ, വലിയ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, കുറേ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, കുറേ പാർട്ടിക്കിളുള്ള സിസ്റ്റമാണ് മാക്രോസ്കോപ്പിക്, കുറച്ച് പാർട്ടിക്കിളുള്ള സിസ്റ്റമാണ് മൈക്രോസ്കോപ്പിക്. മാക്രോ എന്ന് പറഞ്ഞാൽ വലുത്, മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത്, മൈക്രോ ചിപ്പ് എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ മൈക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അളവിൽ പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് മൈക്രോസ്കോപ്പിക് സിസ്റ്റം. കുറേ അളവിൽ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്സ് ഓഫ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞു. സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, എത്ര തരത്തിൽ സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു. അഥവാ മാറ്ററും ഈ ഒരു എനർജിയും എക്സ്ചേഞ്ച് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ അടിസ്ഥാനത്തിലുള്ള 2 ക്ലാസിഫിക്കേഷനും പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കാം. നോട്ട് കൃത്യമായിട്ട് എഴുതിയിട്ട് എക്സാമിന് പോകുന്ന സമയത്ത് നമുക്കൊരു പ്രാവശ്യമെങ്കിലും വായിച്ചു പോകാനുള്ള രീതിയിൽ എന്താവണം, ഈ ഒരു തിയറി കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ 2-3 കാര്യങ്ങൾ പറയാം. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, എന്താണ് പാത്ത് ഫംഗ്ഷൻ.
വാട്ട് യു മീൻ ബൈ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ എന്ന് ചോദിക്കാം. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ or a property that depend only on the initial and final state of a system. ഒരു സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇനീഷ്യലിനെയും ഫൈനലിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യണ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ്. ആ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യണുള്ളൂ, അത് ഡിപ്പെൻഡ് ചെയ്യണത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ. അങ്ങനത്തെ ഫംഗ്ഷന് പറഞ്ഞ പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇവിടെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇൻറ്റേർണൽ എനർജി. ആ ഇൻറ്റേർണൽ എനർജി ഒക്കെ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇൻറ്റേർണൽ എനർജി, എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽബി, എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി, ജി എന്ന് പറഞ്ഞാൽ ഗിബ്സ് എനർജി. ഇത്രയും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നിങ്ങൾ എല്ലാതും പഠിക്കണം. അതായത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻസാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ തന്നെ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ. പാത്ത് ഫംഗ്ഷനോട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന് ഡിഫറൻസ് പറയുമ്പോൾ രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആവും. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ഫോളോഡ് ആൾസോ. ഈ ഒരു പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ് വിച്ച് എന്താ ഡിപ്പെൻഡ് ചെയ്യും, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അഥവാ അവിടെ പോയിട്ടുള്ള പാത, അവർ ഏത് രീതിയിലാണ് പോയിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യണതാണ് പാത്ത് ഫംഗ്ഷൻ. അതായത് എക്സാമ്പിൾ പറയുന്നത് ഹീറ്റ്, വർക്ക്. അഥവാ ഒരു വർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വർക്കിനെ കുറിച്ച് സിസ്റ്റത്തിൻ്റെ വർക്ക് പറയുകയാണെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞിട്ട് ഇത്ര വർക്ക് ഡൺ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇത്ര വർക്ക് ഡൺ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇത്ര വർക്ക്, ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റിൽ അതിൻ്റെ വർക്ക് ഡൺ ഇങ്ങനെ ആയിരുന്നു. ആ പാത്തിൽ കൂടെ ഒരു പാത്ത് ഫോളോ ചെയ്യണതിനാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഫംഗ്ഷനോ ആദ്യത്തെയും അല്ലെങ്കിൽ അവസാനത്തെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ ദാറ്റ് ഡിപ്പെൻഡ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. എക്സാമ്പിൾസ് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇൻറ്റേർണൽ എനർജി, എൻതാൽബി, എൻട്രോപ്പി, ഗിബ്സ് എനർജി. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ. അഥവാ ഒരു പാത്ത് എന്ത് ഒരു പാതേനെ ഫോളോ ചെയ്യണ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യണ ഫംഗ്ഷന് പറഞ്ഞ പേരാണ് പാത്ത് ഫംഗ്ഷൻ എന്ന്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫംഗ്ഷനാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. അഥവാ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്ത് നടന്നു എന്നുള്ളത് പറയില്ല. നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുക, നമ്മളിവിടെ ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്താൽ ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ നമ്മൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയും. പിന്നെ ഹീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയും അതിൻ്റെ 60 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയും. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മൾ ആദ്യമുള്ള ടെമ്പറേച്ചർ അവസാനത്തെ ടെമ്പറേച്ചറെ പറയുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ 30 നിന്ന് 60ക്ക് പോണ ഒരു പാത ഉണ്ടല്ലോ. അപ്പോൾ 30, 40, 50 എന്നിട്ടല്ല 60 ആവുക. ആ ഒരു 40, 50 ഒന്നും അവിടെ സംസാരിക്കണില്ല. എന്തേ പറയുള്ളൂ, ആദ്യമുള്ള ടെമ്പറേച്ചറിനെയും അവസാനമുള്ള ടെമ്പറേച്ചറിനെയും പറയുള്ളൂ. അതുകൊണ്ടാണ് അത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയത്. സോ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാതേനെ ഡിപ്പെൻഡ് ചെയ്യും. അവിടെ ഇനീഷ്യലും ഫൈനലിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, അതിനൊപ്പം പാതേനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറയണതാണ് പാത്ത് ഫംഗ്ഷൻ. ഇവിടെ ടെമ്പറേച്ചറാണ്, ഇവിടെ ഹീറ്റാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹീറ്റിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുക. ടെമ്പറേച്ചറും ഹീറ്റിൻ്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ ഫിസിക്സിൽ തെർമോഡൈനാമിക്സ് നമ്മൾ പാഠത്തിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പഠിച്ചാണ്. അപ്പോൾ അതിലേക്ക് കൂടുതലായി പറഞ്ഞിട്ട് പോയിട്ട് ലെങ്ത്ത് കൂട്ടണില്ല. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിനൊപ്പം തന്നെ പഠിക്കാനുള്ള വേറൊരു കാര്യമാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഒരു സിസ്റ്റത്തിൻ്റെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്. ഈ രണ്ട് പ്രോപ്പർട്ടീസും കൂടെ പഠിച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കിൽക്കും നമുക്ക് ഇൻറ്റേർണൽ ആയിട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും. ഈ ഒരു ഇത് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ് ഏരിയയിൽ ഉണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. സോ എക്സാമിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് തന്നെ പഠിക്കണം. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ആണ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് മാറ്റർ. അഥവാ ഒരു സിസ്റ്റത്തിലുള്ള അതിൻ്റെ മാറ്ററിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യണ പ്രോപ്പർട്ടികൾക്ക് പറഞ്ഞ പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ പ്രോപ്പർട്ടികളാണ്, സ്വഭാവങ്ങളാണ്. വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. എമൗണ്ട് ഓഫ് മാറ്റർ, ഇപ്പോൾ ഒരു ബീക്കർ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ മാറ്റർ എത്രത്തോളം ഉണ്ട്, ഇതിന് എമൗണ്ട് എത്ര ഉണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികൾക്ക് പറഞ്ഞ പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എന്നാൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാലോ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, ഇൻഡിപെൻഡൻറ്റ് ഓഫ് എമൗണ്ട് ഓഫ് മാറ്റർ.
ഈ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടികൾ ആ ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം എന്തുണ്ട്, എമൗണ്ട് ഉണ്ട്, എത്രത്തോളം അതിൽ മാറ്റർ ഉണ്ട് എന്നുള്ളതിന് എന്ത് ചെയ്യൂല, അവർ ഡിപ്പെൻഡ് ചെയ്യൂല. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാത്തതിനെ, മാറ്ററിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത സിസ്റ്റത്തിന് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്നും, അവിടെയുള്ള എമൗണ്ട്, മാറ്ററിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്നും പറയും. ഇത് ഇന്ന് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വോളിയം, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇൻറ്റേർണൽ എനർജി, എൻതാൽബി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാണ്. ഇത് എൻട്രൻസിനൊക്കെ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഇത് ചോദിച്ചിട്ട് പറയും ഇത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണോ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണോ എന്ന്. അപ്പോൾ നിങ്ങൾ കാണാതെ മനസ്സിലായിട്ട് പഠിക്കണം. അഥവാ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, അവരുടെ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ വോളിയം, ഒരു സിസ്റ്റത്തിൻ്റെ വോളിയത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വോളിയം പറയണമെങ്കിൽ ഇതിൽ എത്രത്തോളം മാറ്റർ ഉണ്ട് എന്ന് അറിയണം. ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ വോളിയം പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം മാറ്റർ ഉണ്ട് എന്ന് അറിയണം. എത്രത്തോളം എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ വോളിയം പറയാൻ പറ്റുള്ളൂ. സോ ഈ വോളിയം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണ്? മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അതിന് പറഞ്ഞ പേരാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഒരു മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിലുള്ള പ്രോപ്പർട്ടീനെ പറഞ്ഞ പേരാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലുള്ള മാറ്ററിൻ്റെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീനെ പറഞ്ഞ പേരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ. ഇവിടെ ഒരു നോട്ടിൽ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഇവിടെ ഈ വോളിയം എന്നുള്ളത് ഇതിൻ്റെ എക്സാമ്പിൾ ആവില്ല. വോളിയം എന്ന് പറഞ്ഞത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടികൾ എക്സാമ്പിളാണ്. വോളിയം ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ അല്ല. അതുകൊണ്ട് ഈ വോളിയം എന്ന് പറഞ്ഞ ടോപ്പിക് അവിടെ ഇല്ല. ഇവിടെയുള്ള ഇതിൻ്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, അഥവാ ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എത്രത്തോളം, അതിൽ എത്രത്തോളം മാറ്റർ ഉണ്ട് എന്ന് അറിയൊന്നും വേണ്ട. അതിന് ടെമ്പറേച്ചർ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം മാറ്റർ ഉണ്ട്, അല്ലെങ്കിൽ കുറേ മാറ്റർ ഉണ്ടോ കുറച്ച് മാറ്റർ ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ടെമ്പറേച്ചർ അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഇതെടുത്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറിനായിരിക്കും അതിലെല്ലായിടത്തുള്ള ടെമ്പറേച്ചറും. സോ എന്ത് ചെയ്യില്ല, ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ സാധനം അതിൽ എത്രത്തോളം എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം മാസ്, അതിൽ എത്രത്തോളം മാറ്റർ ഉണ്ട് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യണില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്കും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്കും ഡെഫിനിഷൻ കൃത്യമായി പഠിച്ചതിന് ശേഷം അതിന് എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിക്കണം. ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് എക്സാമ്പിൾ കൃത്യമായി പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ പഠിച്ചാൽ എല്ലാ ഏരിയകളിൽ നിന്നും ക്ലിയർ ആയി മനസ്സിലായി. നമ്മളിവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം, അഥവാ ഒരു സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം ടൈപ്പ് ഓഫ് സിസ്റ്റം എന്താണെന്നുള്ളത് പഠിച്ചു. അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ നിങ്ങൾക്ക് അവിടെ വരുന്ന എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്താണ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനം പറഞ്ഞ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളെ ഫോക്കസ് ചെയ്യൽ സ്പെഷ്യലായിട്ട് ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് പഠിക്കണം. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ പോവാം. ദി ഇൻറ്റേർണൽ എനർജി ആസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോവാം. ദ ഇൻറ്റേർണൽ എനർജി ആസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷന് പറഞ്ഞ പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞു. അതിന് എക്സാമ്പിൾ പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ഇൻറ്റേർണൽ എനർജിയും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ ഇൻറ്റേർണൽ എനർജി? എവരി ബോഡി ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. ഏതൊരു ബോഡിക്കും എന്തുണ്ടാവും, അതിൻ്റേതായ ഒരു കോൺസ്റ്റൻറ്റ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു എനർജി അതിനുണ്ടാവും, ഏതൊരു ബോഡി ആണെങ്കിലും. ഇറ്റ് ഈസ് ദി സം ഓഫ്, അഥവാ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം എടുത്താൽ അതിലുള്ള ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ അതിന് ഇൻറ്റേർണൽ ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടല്ലോ, ഈ മോളിക്യൂൾസിൻ്റെ ടോട്ടൽ എനർജീനെ നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറയാം. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഈ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്കുലാർ എനർജീസ്. അഥവാ ഈ ഒരു സിസ്റ്റത്തിലുള്ള മോളിക്യൂൾസിൻ്റെ എല്ലാ എനർജികളും തമ്മിൽ കൂട്ടിയാൽ സമ്മ് ചെയ്താൽ കിട്ടുന്നതിനെ പറഞ്ഞ പേരാണ് ഇൻറ്റേർണൽ എനർജി. ഇപ്പോൾ ഈ ഒരു മോളിക്യൂളിന് ഉള്ള എനർജി ചിലപ്പോൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, അഥവാ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു എനർജി. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, അഥവാ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവും. വൈബ്രേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, അതായത് കേട്ടിട്ട് വൈബ്രേറ്റ് ചെയ്യാനുള്ള എനർജി ഒക്കെ ഉണ്ടാവും ഈ മോളിക്യൂളിന്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ എനർജികൾ, എല്ലാ എനർജികളും ആ മോളിക്യൂൾസിൻ്റെ ടോട്ടൽ എനർജി കൂട്ടിയതിനെ പറഞ്ഞ പേരാണ് ഇൻറ്റേർണൽ എനർജി.
അപ്പോൾ നമുക്കൊരു ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എല്ലാ എനർജിയും ടോട്ടൽ എനർജീനെയാണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയാം. ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിലുള്ള മോളിക്യൂൾസിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് എനർജിയും തമ്മിൽ കൂട്ടിയതിനെയാണ്, സമ്മ് ചെയ്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. ആ ഇൻറ്റേർണൽ എനർജിയുടെ ഡെഫിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. Internal energy of a body is a extensive property and state function. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും, മാറ്റർ ഡിപ്പെൻഡ് ചെയ്യണത് ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ രണ്ടും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുമാണ് സ്റ്റേറ്റ് ഫംഗ്ഷനുമാണ്. ഓക്കെ, പിന്നെ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം, വി കനോട്ട് കാൽക്കുലേറ്റ് ദ എക്സാക്റ്റ് വാല്യൂ ഓഫ് ഇൻറ്റേർണൽ എനർജി. അതായത് നമ്മളൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്, ഈ സിസ്റ്റത്തിൽ കുറേ പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ഒക്കെ ഉണ്ടാകും. സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും കെമിക്കൽസ് എടുക്കണമെങ്കിൽ അതിൽ കുറേ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ ഒരു പാർട്ടിക്കിൾസ് മോളിക്യൂൾസിൻ്റെ നമ്മൾക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അഥവാ എക്സാക്റ്റ് വാല്യൂ ഓഫ് ഇൻറ്റേർണൽ എനർജീസ് കാൽക്കുലേഷൻ ഈസ് നോട്ട് പോസിബിൾ. ഒരിക്കലും നമുക്കത് പറ്റില്ല. പക്ഷേ എന്താണ് പറ്റുക, ബട്ട് വി ക്യാൻ കാൽക്കുലേറ്റ് ദി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അഥവാ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിന് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻറ്റേർണൽ എനർജിൻ്റെ ചേഞ്ച് ഡെൽറ്റ യു എന്ന ഡെൽറ്റ യു ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ഡെൽറ്റ യു അഥവാ U2 - U1 കാണാനേ പറ്റുള്ളൂ എന്ന്. രണ്ടാമത്തെ കേസിൽ എന്ത് ഇൻറ്റേർണൽ എനർജി ഉണ്ടായി, ആദ്യത്തെ കേസിൽ എങ്ങനെയായിരുന്നു ഇൻറ്റേർണൽ എനർജി തമ്മിലുള്ള ഡിഫറൻസ് കാണുന്ന നമുക്ക് ചേഞ്ച് കാണാമെന്ന് പറയാം. ആ ഒരു ചേഞ്ച് നമുക്ക് അനലൈസ് ചെയ്യാനോ പഠിക്കാനോ പറ്റുള്ളൂ. എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. എക്സാക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇത്രയാണ് എന്ന് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ചേഞ്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഈ ഒരു ഇൻറ്റേർണൽ എനർജി ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സിൽ അഥവാ ഒരു റിയാക്ഷൻ നടക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഒരു റിയാക്ഷൻ നടക്കണമെന്ന് വിചാരിക്കുക, ഒരു പ്രോസസ്സ് നടക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ എനർജീൻ്റെ എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല, ചേഞ്ചേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, യൂസിങ് അപ്പാരറ്റസ് കോൾഡ് ബോംബ് കലോറിമീറ്റർ. അഥവാ ബോംബ് കലോറിമീറ്റർ എന്ന് പറഞ്ഞ ഒരു അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻറ്റേർണൽ എനർജീൻ്റെ ചേഞ്ച് കണ്ടുപിടിക്കുന്നത്. ഒരു സിസ്റ്റത്തിലെ ഇൻറ്റേർണൽ എനർജി കാണാൻ പറ്റുമോ, കാണാൻ പറ്റൂല. ഇൻറ്റേർണൽ എനർജിനെ ചേഞ്ചേ കാണാൻ പറ്റുള്ളൂ. അത് കാണുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, ബോംബ് കലോറിമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. എക്സാക്റ്റ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ചേഞ്ചേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാൽക്കുലേറ്റ് ചെയ്യൽ ആര് യൂസ് ചെയ്തിട്ടാണ്, ബോംബ് കലോറിമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഈ ഇൻറ്റേർണൽ എനർജിനെ കുറിച്ച് പഠിക്കാനുള്ളത്, ദി ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ക്യാൻ ചേഞ്ച് ഇൻ മെയിൻലി ബൈ 2 ways. അഥവാ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. അതിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മതി, ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ബൈ ഡൂയിങ് വർക്ക്, അല്ലെങ്കിൽ അതിലൊരു വർക്ക് ചെയ്താൽ മതി. ഇതിൽ വല്ല പ്രഷർ അപ്ലൈ ചെയ്യേ, ഒരു ഫോഴ്സ് കൊടുക്കുകയോ ഇത് ചെയ്താൽ മതി. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുക, സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആവുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്തായും ചേഞ്ച് ആയി പോകും. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഒരു സിസ്റ്റത്തിന് ഹീറ്റ് ചെയ്യുകയോ അതൊരു വർക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞ കേസ് കൃത്യമായിട്ട് പഠിക്കുക. അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ മോളിക്യൂൾസിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ടോട്ടൽ എനർജി കൂട്ടിയതാണ് ഇൻറ്റേർണൽ എനർജി. അതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അതിന് നമുക്ക് ഇൻറ്റേർണൽ എനർജി എക്സാക്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റേർണൽ എനർജിൻ്റെ ചേഞ്ച് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതന്നെ നമ്മൾ കാൽക്കുലേറ്ററിന് ആര് യൂസ് ചെയ്തിട്ടാണ്, ബോംബ് കലോറിമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി നമ്മൾക്ക് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിലൊരു വർക്ക് ചെയ്യുക. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നതിന് എല്ലാ ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഇതിനോട് ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കണം. ഇൻറ്റേർണൽ എനർജിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ തെർമോഡൈനാമിക്സ് പറഞ്ഞ ഫിസിക്സിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അതേ തെർമോഡൈനാമിക്സിൻ്റെ ലോ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സെയിം ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നാണ് ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ വേറൊരു പേര്.
അഥവാ ഈ ലോ ഓഫ് കൺസർവേഷൻ എനർജി തന്നെയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം വൺ ഫോം ടു അനദർ ഫോം ഈസ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ആൾസോ കോൾഡ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഒരു എനർജീനെ നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റൂല. ആ എനർജീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു എനർജി ആക്കി മാറ്റാനോ അല്ലെങ്കിൽ വേറെ പാർട്ടുകളാക്കി മാറ്റാനേ പറ്റുള്ളൂ. ഒരു എനർജീനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാനും പറ്റില്ല നശിപ്പിക്കാനും. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ എനർജിയും ഓൾറെഡി ഇവിടെ ഉള്ളതാണ്, അത് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. അതിനെ പുതിയതായി ഉണ്ടാക്കാനും പറ്റില്ല, അത് നശിപ്പിക്കാനും പറ്റില്ല, ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അഥവാ ടോട്ടൽ എനർജി ഓഫ് എ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. നമ്മളെ പ്രപഞ്ചത്തിലുള്ള ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഓൾവേസ് കോൺസ്റ്റൻ്റാണ്. അതിനെ നമുക്ക് കൂട്ടാനും പറ്റില്ല കുറക്കാനും പറ്റില്ല എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അത് മാത്തമാറ്റിക്കലി നമ്മൾ ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത ഇൻറ്റേർണൽ എനർജി വെച്ച് പറയാണ്, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ദി Q + W, ഹീറ്റ് പ്ലസ് വർക്ക് ഡൺ. അഥവാ ഒരു ഇൻറ്റേർണൽ എനർജി ഉണ്ട്, ആ ഇൻറ്റേർണൽ എനർജി നമുക്ക് ഹീറ്റും അഥവാ വർക്ക് ഡൺ ആക്കി മാറ്റാനേ പറ്റുള്ളൂ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാനൊന്നിനും പറ്റില്ല. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം പറയാണ്, ഈ ഡെൽറ്റ യു എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റേർണൽ എനർജി നമുക്ക് എന്തൊക്കെ ആക്കാൻ പറ്റും, അതിനെ ഹീറ്റ് ആക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡൂയിങ് വർക്ക് ഡൺ, ഒരു വർക്ക് ഡൺ ആക്കി മാറ്റാനും പറ്റും. മാത്തമാറ്റിക്കലി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതിയിട്ടുള്ളതാണിത്. ഇവിടെ നോക്കിയേ, ഈ ഒരു രണ്ട് എനർജിയും കൂടെ കൂട്ടിയതാണ് ഈ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ. ഈ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും കൂട്ടിയതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എനർജി വല്ലതും കൂടിയോ കുറേ ചെയ്തിട്ടുണ്ടോ, ഇല്ല. രണ്ട് പാർട്ടിലെ എനർജി എന്ന് പറഞ്ഞത് ഈക്വൽ ആണ്. ഇവർ രണ്ടാളും കൂട്ടിയാൽ കിട്ടുന്ന അതേ വാല്യൂ ആണ് ഡെൽറ്റ യു കിട്ടുക, ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എനർജി കിട്ടുക. സോ അതാണ് പറഞ്ഞത്, ഈ ലോ ഓഫ് കൺസർവേഷൻ എനർജി പ്രകാരം യൂണിവേഴ്സിലുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. എനർജി നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ഈ കാര്യം പഠിച്ചാൽ ഈ ഒരു ഇൻറ്റേർണൽ എനർജീൻ്റെ എല്ലാ ഏരിയയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞ കാര്യം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഏരിയകളും ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു പാർട്ടിൽ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ നമുക്ക് സെക്കൻഡ് പാർട്ടുകൾ കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എൻതാൽബി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. എൻതാൽബി അതിന് നമ്മൾ എച്ച് എന്ന് പറഞ്ഞ സിമ്പിളായിട്ട് സൂചിപ്പിക്കും. ഇൻറ്റേർണൽ എനർജിനെ യു എന്ന സിമ്പിളായിട്ടാണ് സൂചിപ്പിക്കുക. എൻതാൽബിനെ നമ്മൾ എച്ച്, ക്യാപിറ്റൽ എച്ച് വെച്ചാണ് സൂചിപ്പിക്കുക. എൻതാൽബി എന്താണെന്ന് നോക്കാം. എൻതാൽബി എച്ച്, എ യൂസ്ഫുൾ ന്യൂ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എൻതാൽബി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. പുതിയതായിട്ട് നമ്മൾ കഴിഞ്ഞതിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ യു, ഇൻറ്റേർണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനായിട്ട് പറഞ്ഞു. അതേപോലെ നമ്മളൊരു പുതിയ സ്റ്റേറ്റ് ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുകയാണ്, എൻതാൽബി. വാട്ട് യു മീൻ ബൈ എൻതാൽബി? ഇറ്റ് ഈസ് എ ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന് എൻതാൽബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം ഹീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് ഒരു സിസ്റ്റത്തിൻ്റെ ഹീറ്റ് കണ്ടൻറ്റിനെയാണ് നമ്മൾ എൻതാൽബി എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം ഉണ്ട്, ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഹീറ്റ് കൊടുത്താൽ അതിൽ ടോട്ടൽ എത്ര ഹീറ്റ് കണ്ടൻറ്റ് ഉണ്ട് എന്ന് പറയുന്നതാണ് എൻതാൽബി. അത് വേറൊരു ഡെഫിനിഷൻ കൂടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ സം ഓഫ് ഇൻറ്റേർണൽ എനർജി ആൻഡ് ദി പ്രഷർ വോളിയം എനർജി ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ എൻതാൽബി എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂട്ടിയതും ഇൻറ്റേർണൽ എനർജിയും അവിടെയുള്ള പ്രഷർ വോളിയം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തതിനെ കൂട്ടിയതുമാണ് എൻതാൽബി എന്ന് പറയുന്നത്. എൻതാൽബി എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി. പി എന്ന് പറഞ്ഞാൽ പ്രഷർ, വി എന്ന് പറഞ്ഞാൽ വോളിയം. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷറും വോളിയം ഗുണിച്ചതിന് ശേഷം അത് ഇൻറ്റേർണൽ എനർജിനോട് കൂട്ടിയാൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ എൻതാൽബി കിട്ടും. നമ്മളിപ്പോൾ ഒരു സിസ്റ്റം എടുത്താൽ അതിനൊരു പ്രഷർ ഉണ്ടാവും, അതിനൊരു വോളിയം ഉണ്ടാവും, അത് ഇൻറ്റേർണൽ എനർജി ഉണ്ടാവും. ഈ പ്രഷറിൻ്റെയും വോളിയം തമ്മിൽ ഗുണിച്ചിട്ട്, പ്രഷറിൻ്റെ വാല്യൂവും വോളിയത്തിൻ്റെ വാല്യൂ തമ്മിൽ ഗുണിച്ചിട്ട് അവിടെയുള്ള ഇൻറ്റേർണൽ എനർജിയോട് കൂട്ടി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? എൻതാൽബി കിട്ടും. ഈ എൻതാൽബിയുടെ ഡെഫിനിഷൻ നമ്മൾ എന്താണ് പറയുക? ആ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റിനെയാണ് നമ്മൾ എൻതാൽബി എന്ന് പറയുന്നത്. അപ്പോൾ എൻതാൽബിക്ക് ഈ രണ്ട് ഡെഫിനിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ കൃത്യമായിട്ട് ഇക്വേഷൻ പഠിക്കുക. ഈ എൻതാൽബി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇറ്റ് ഈസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഞാൻ ഓൾറെഡി മുമ്പ് ഡിസ്കസ് ചെയ്തു. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഥവാ ഇറ്റ് ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിക്കാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ എൻതാൽബി ഇല്ലേ, ഇൻറ്റേർണൽ എനർജി ഇല്ലേ, ഈ രണ്ടാളും എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ എൻതാൽബിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അഥവാ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ ഒരു സിസ്റ്റത്തിലുള്ള എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇതൊരു എൻതാൽബി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പറഞ്ഞതിന് ഡീറ്റെയിൽ എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ എൻതാൽബി
ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂസ്. അഥവാ ഈ ഒരു ഫംഗ്ഷൻ സ്റ്റേറ്റ് ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. ഈ ഒരു ഇൻറ്റേർണൽ എനർജി ഈ ഒരു എൻതാൽബി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞു. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. എന്തുണ്ടാകുന്ന എമൗണ്ട് ഓഫ് മാറ്ററിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്നുള്ള പറയാനുള്ള കാരണം എന്താണ്? ഇവൻ എന്ത് ചെയ്യുള്ളൂ? ഇവൻ അതിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഡു നോട്ട് ഡിപ്പെൻഡ് ദ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫംഗ്ഷനാണ്, അതുകൊണ്ട് ഇത് സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് H1 ഈസ് എൻതാൽബി ഓഫ് എ സിസ്റ്റം ഇൻ ദി ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനീഷ്യലി അതിൻ്റെ സ്റ്റേറ്റിൽ അതിൻ്റെ എൻതാൽബി എന്ന് പറഞ്ഞാൽ H1 ആണ്. ദെൻ H2 ഈസ് ദാറ്റ് ഫൈനൽ സ്റ്റേറ്റ്. അഥവാ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ H2 ആയി മാറി. ഫൈനലി അതിൻ്റെ H2 ആയി മാറി. ദെൻ ദ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ H ഈസ് ഈക്വൽ ടു H2 മൈനസ് H1. ആ കാര്യം നമുക്ക് അറിയുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു പോയിന്റ് കൊടുത്തു എന്നുള്ളതുള്ളൂ. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻതാൽബി എന്ന് പറഞ്ഞാൽ രണ്ട് ഡെഫിനിഷൻസ്, അതിന് ഇക്വേഷൻസ്. അത് സ്റ്റേറ്റ് ഫംഗ്ഷനാണ് പാത്ത് ഫംഗ്ഷനാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് ഡിപ്പെൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് കാരണം അത് എന്തില്ല എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാത്ത് ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇനീഷ്യലും ഫൈനലിലും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ എന്നതുകൊണ്ട് അത് സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണെന്നുള്ളത് പറയാം. അത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ്, അതായത് ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആയി. ഇൻറ്റേർണൽ എനർജി ആൻഡ് ഹീറ്റ് എന്നുള്ള ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ആയി. ഹീറ്റ് അല്ല, എൻതാൽബി എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. ഇന്ന് നമ്മൾക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻറ്റേർണൽ എനർജിയും എൻതാൽബിയും പറഞ്ഞല്ലോ. എന്താണ് ഇൻറ്റേർണൽ എനർജിയും എൻതാൽബിയും തമ്മിലുള്ള റിലേഷൻ? നമ്മൾ രണ്ടാളും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? രണ്ടാളും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, രണ്ടാളും പാത്ത് ഫംഗ്ഷൻ അല്ല സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പിന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? അവർ തമ്മിലുള്ള റിലേഷനാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അവർ തമ്മിലൊരു ഇക്വേഷൻ റിലേഷൻ കൃത്യമായിട്ട് അറിയണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് H ഈസ് ഈക്വൽ ടു U പ്ലസ് PV എന്നൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അഥവാ ജനറലായിട്ട് ഒരു എൻതാൽബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻതാൽബി അഥവാ H സമം ഇൻറ്റേർണൽ എനർജി പ്ലസ് PV. ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ H ആൻഡ് ഡെൽറ്റ U ചോദിച്ചത്. അഥവാ എൻതാൽബിയും ഇൻറ്റേർണൽ എനർജീൻ്റെ അല്ല ചോദിച്ചത്, ചേഞ്ച് ഇൻ എൻതാൽബിയും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയും തമ്മിൽ റിലേഷനാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? അഥവാ ചേഞ്ച് ഇൻ എൻതാൽബിയും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. സാധാ എൻതാൽബിയും സാധാ ഇൻറ്റേർണൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ അവിടെ എഴുതിയിട്ടുള്ളത്. നമുക്കിതിന് ചേഞ്ച് തമ്മിലുള്ള റിലേഷൻ കാണണം. അത് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു റിയാക്ഷൻ വെച്ചൊരു കാര്യം പറയാം. ഒരു റിയാക്ഷൻ നടക്കണമെന്ന് വിചാരിക്കുക. ഒരു റിയാക്ഷൻ അഥവാ ഒരു സിസ്റ്റത്തിന് ഒരു റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ആ ഒരു സിസ്റ്റം ആദ്യം എന്ത് ചെയ്യായിരുന്നു? ഒരു പൊസിഷനിൽ നിൽക്കുന്നു. അഥവാ അതിൽ ആദ്യം അതിൻ്റെ അവിടെ എൻതാൽബി എന്ന് പറഞ്ഞാൽ H1 ആയിരുന്നു, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ U1 ആയിരുന്നു, അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ V1 ആയിരുന്നു, അതിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റാണ്. പ്രഷറിന് ഒരു മാറ്റമില്ല, അത് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. P ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യാണ്? അതിൻ്റെ ഫംഗ്ഷൻസ് വേരി ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഹീറ്റ് അഥവാ എൻതാൽബി മാറി. ഹീറ്റ് അല്ല, എൻതാൽബി മാറി. H എന്ന് പറഞ്ഞാൽ എൻതാൽബിയാണ്, ഹീറ്റ് അല്ല. H2 ആയി മാറി, ഇൻറ്റേർണൽ എനർജി U2 ആയി മാറി, വോളിയം V2 ആയി മാറി. പ്രഷർ ഓൾവേസ് കോൺസ്റ്റൻ്റ് ആണ് അവിടെ. ഇങ്ങനൊരു പ്രോസസ്സ് നടക്കാമെന്ന് വിചാരിക്കാം. ഈ ഒരു പ്രോസസ്സിൽ ഞാൻ ഇതിൻ്റെ റിലേഷൻ പറയുകയാണ്. അഥവാ ഈ ഒരു പ്രോസസ്സിൽ ഒന്നാമത്തെ പ്രോസസ്സിൽ അതിൻ്റെ ഇക്വേഷൻ എന്താവും? ഈ ഒന്നാമത്തെ പ്രോസസ്സിൽ ഇക്വേഷൻ എന്തായി മാറും? ആ ഒന്നാമത്തെ പ്രോസസ്സിൽ അത് H1 ഈസ് ഈക്വൽ ടു U1 പ്ലസ് P, ഇവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് P തന്നെ V1 എന്ന് കിട്ടും. ഈ ഒരു ഒന്നാമത്തെ പ്രോസസ്സിൽ ഇക്വേഷൻ 1 എന്ന് കിട്ടി. രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ കേസ് ഇതേപോലെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക. രണ്ടാമത്തെ പ്രോസസ്സിൽ H2 ഇൻറ്റു U2 പ്ലസ് PV2. അഥവാ ഈ ഒരു ഇതിൽ 1 1 1 2 2 2 കൊടുക്കുക. അപ്പോൾ രണ്ട് പ്രോസസ്സ് അഥവാ ഒരു ഫംഗ്ഷൻ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ആയി മാറിയപ്പോൾ ഉള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ഇത്. ആദ്യത്തെ ഉള്ള ഇനീഷ്യൽ കണ്ടീഷനിലും ഫൈനൽ കണ്ടീഷൻ, അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഇത് ഇനീഷ്യൽ പൊസിഷനിലുള്ള ഇക്വേഷനാണ്, ഇത് ഫൈനൽ പൊസിഷനിൽ ഇക്വേഷനാണ്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷനിൽ ഇക്വേഷൻ നമ്മൾ എഴുതി, ഫൈനൽ പൊസിഷനിൽ ഇക്വേഷനും എഴുതി. ഇനി നമ്മൾ ചെയ്യാണ് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ അഥവാ മൈനസ് ചെയ്യുക. അഥവാ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ്റെ മൈനസ് ചെയ്യുക. രണ്ടാമത്തെ ഇക്വേഷനിൽ ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുക. എങ്ങനെയാണ് ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യുക? രണ്ട് ഇക്വേഷൻസ് തമ്മിൽ എങ്ങനെ നമ്മൾ മൈനസ് ചെയ്യുക? അഥവാ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ LHSഉം RHSഉം തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. അഥവാ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് കുറക്കണം. ഈ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ H2. അപ്പോൾ ഈ H2 രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നാണ് ഒന്നാമത്തെ ഇക്വേഷൻ കുറക്കണത്. സോ എന്ത് ചെയ്യുക? ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഓരോ ടേമുകൾ തമ്മിൽ കുറക്കുക. H2 ആദ്യം H1 കുറക്കുക. അപ്പോൾ അവിടെ ഈ ടേം എന്താ വരിക? H2 മൈനസ് H1 എന്ന് വരും. ഈക്വൽ ടു ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഈ ടേമിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറക്കുക. അവിടെ എന്താ വരിക? U2 മൈനസ് U1. ഇത് U2 ആണ്. U2 മൈനസ് U1 പ്ലസ്
പിന്നെ ഇവിടെ എന്താ ഉള്ളത്, രണ്ടാമത്തെ ടേമിൽ ഇവിടെ എന്താ വരുന്നത്, രണ്ടാമത്തെ ടേമിൽ വരുന്ന കാര്യം മനസ്സിലാക്കുക, PV2 മൈനസ് PV1 അല്ലേ, ഇവിടെ PV1 ആണ്, ഇവിടെ PV2 ആണ്. അപ്പോൾ 2 എന്നാണ് 1 കുറക്കുന്നത്, PV2 മൈനസ് PV1. ഇനി ഇക്വേഷൻ എന്ത് ചെയ്യാണ്, ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാൻ പോവാണ്. ഈ ഒരു സ്റ്റെപ്പിൽ എനിക്കൊരു P എന്നുള്ളത് കോമൺ ആണ് ഇവിടേക്ക്. അപ്പോൾ ഈ ഒരു P എന്ന് പറഞ്ഞ ടേം എനിക്ക് പുറത്തെടുക്കാൻ പറ്റും. ഈ രണ്ടാൾക്ക് P എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ സിസ്റ്റത്തിൽ തന്നെ P കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ P എന്നുള്ളത് രണ്ടാൾക്കും കോമൺ ആണ്. അപ്പോൾ P ഞാൻ എന്ത് ചെയ്യാണ്, പുറത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ ഉണ്ടാവും. ബാക്കിയുള്ള ഇക്വേഷൻ എല്ലാം അതേപോലെ തന്നെ H2 മൈനസ് H1 ഈക്വൽ ടു U2 മൈനസ് U1 പ്ലസ് ഈ ഒരു P പുറത്തേക്ക് എടുത്താൽ V2 മൈനസ് V1. ഓക്കെ, ഈ H2 മൈനസ് H1 എന്ന് പറഞ്ഞാൽ എന്താ, H2 മൈനസ് H1 ഇവിടെ എഴുതിയിട്ടുണ്ട്. H2 മൈനസ് H1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, H2 മൈനസ് H1 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡെൽറ്റ ആണ്. അപ്പോൾ H2 മൈനസ് H1 ഡെൽറ്റ H ആണ്. ഇതേപോലെ U2 മൈനസ് U1 എന്തായിരിക്കും, ഡെൽറ്റ U ആയിരിക്കും. ഇവിടെ V2 മൈനസ് V1 എന്തായിരിക്കും, ഡെൽറ്റ V ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി, ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. ദിസ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ H ആൻഡ് ഡെൽറ്റ U. അപ്പോൾ ഒരു ഡെൽറ്റ Hഉം ആൻഡ് ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറഞ്ഞത്. ഡെൽറ്റ Hഉം ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷൻ പറഞ്ഞപ്പോൾ നമുക്ക് റിലേഷൻ എന്താണെന്ന് കിട്ടിയത്, ഡെൽറ്റ H സമം ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. ഒരു കാര്യം, ഈ റിലേഷൻ നമുക്ക് വേറൊരു രൂപത്തിലും കൂടെ എഴുതാം. നമുക്ക് ഓൾറെഡി നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, PV ഈക്വൽ ടു NRT. ഈ ഒരു ഇക്വേഷൻ ഞാൻ ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി എഴുതാൻ പോകാമെന്ന് വിചാരിക്കുക. അഥവാ ഒരു പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ കേസിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു PV ഈക്വൽ ടു NRT എന്നുള്ള ഇക്വേഷൻ മാറ്റി എഴുതാൻ പോവാണ്. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ആൻസർ, ഈ ഒരു ഇക്വേഷൻ എത്തിക്കുന്നതിന് കഴിഞ്ഞു. ഈ ഒരു ഇക്വേഷൻ തന്നെ കഴിഞ്ഞത് റിലേഷൻ കഴിഞ്ഞു. ഈ റിലേഷൻ നമുക്ക് എക്സ്ട്രാ ഒരു കാര്യം എന്തെങ്കിലും മനസ്സിലായിക്കോട്ടെ, ഇതിനൊപ്പം പറയാമല്ലോ എന്നുള്ള വെച്ച് വേഗം പറയുകയാണ്. ഈ ഒരു ഇക്വേഷൻ്റെ ഇടയിൽ ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനെ PV ഈക്വൽ ടു NRTന് നമുക്ക് മാറ്റിയിട്ട് എഴുതാം. അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, P ഡെൽറ്റ V ഈക്വൽ ടു ഇവിടെ ചേഞ്ച് അവിടുത്തെ നമ്പർ ഓഫ് മോളായ N ആണ്, ഡെൽറ്റ NRT. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കി, ഈ P ഡെൽറ്റ V എന്ന് പറഞ്ഞ ടേം ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. ഈ P ഡെൽറ്റ V എന്ന് പറഞ്ഞ ആളാരാണ്, ഡെൽറ്റ NRT. ഇവിടെ P ഡെൽറ്റ V എന്ന് പറഞ്ഞ ടേം ആരാണ്, ഡെൽറ്റ NRT എന്നാണ്. ഇവിടെ നമ്മൾ T കൊടുക്കുന്ന സമയത്ത് ക്യാപിറ്റൽ T കൊടുക്കണം. ഇവിടെ ഈ P ഡെൽറ്റ V എന്ന് പറഞ്ഞ ടേം ആരാണ്, ഡെൽറ്റ NRT. അപ്പോൾ എനിക്ക് ഈ P ഡെൽറ്റ Vൻ്റെ സ്ഥാനത്ത് ആ ഇക്വേഷൻ കൊണ്ടേ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു റിലേഷൻ കിട്ടും, രണ്ടാമത് വേറൊരു റിലേഷൻ കിട്ടും. ആ റിലേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ്, അഥവാ ഈ P ഡെൽറ്റ Vൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താണ്, ഡെൽറ്റ NRT കൊടുക്കുകയാണ്. P ഡെൽറ്റ Vൻ്റെ സ്ഥാനത്ത് നമ്മൾ ഡെൽറ്റ NRT കൊടുത്തു. സോ നമ്മൾ റിലേഷൻ കഴിഞ്ഞു. അഥവാ രണ്ട് റിലേഷൻസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ഈ റിലേഷൻ മാത്രം പഠിച്ചു വെക്കുക. നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ പ്രോബ്ലംസ് എനിക്ക് ആവശ്യം വരും. അതിന് വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ ചെയ്തിട്ടുള്ളത്, ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്, ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. അത് മാത്രം പഠിച്ചാൽ മതി, അതാണ് ശരിക്കും റിലേഷൻ. പിന്നെ ഈ ഒരു ഡെൽറ്റ V മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുമല്ലോ എന്നുള്ളത് കൊണ്ട് ആ ഇക്വേഷനും പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, ഈ ഒരു ഇക്വേഷനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ, അഥവാ റിലേഷൻ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ എൻതാൽബി ആൻഡ് ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ എന്താണെന്നുള്ള നമ്മൾ ഹെഡിങ് ഇവിടെ നോക്കണം. റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ H ആൻഡ് ഡെൽറ്റ U, അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറയാം. നമ്മളെ ഫോക്കസ് ചെയ്ത കാര്യം നോക്കാം. ഈ ഒരു എൻതാൽബി എന്ന് പറഞ്ഞ കേസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇവിടെ നെക്സ്റ്റ് വരുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ പോവർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഡീറ്റെയിൽ നമ്മൾ ആദ്യം ഇതിന് മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ വന്നിട്ടുള്ളത്. സോ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് പോർഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഓഫ് ക്വസ്റ്റ്യനും ഇതിന് നെക്സ്റ്റ് പാർട്ടിൽ നിന്ന് പകുതി ഓഫ് ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. രണ്ട് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ തന്നെ ഈ ഒരു എൻതാൽബിനോട് ബന്ധപ്പെട്ട എൻതാൽബി ചേഞ്ച്, എൻതാൽബി ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് റിയാക്ഷൻ, റിയാക്ഷൻ എൻതാൽബി, സ്റ്റാൻഡേർഡ് എൻതാൽബി ഓഫ് റിയാക്ഷൻ, SS ലോ, ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് SS ലോ എന്താണെന്നുള്ളതും അതിൻ്റെ ഇക്വേഷൻ അഥവാ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ടും പിന്നെ സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യും.
ആ ഒരു അടുത്ത പാർട്ട് ഡിസ്കസ് ചെയ്യാൻ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് പാർട്ട് മൊത്തം ക്ലിയർ ആയിട്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ സെക്കൻഡ് പാർട്ട് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനോ അതിൻ്റെ പ്രോബ്ലം കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ള സിസ്റ്റം മുതൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇക്വേഷൻ വരെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ സെക്കൻഡ് പാർട്ട് എന്തായിരിക്കും, വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.